വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ചെന്നൈയിൽ നിന്ന് വരുന്നത് തിരുവള്ളൂർ ട്രെയിൻ അപകടം അട്ടിമറി എന്ന സംശയം. അപകടം നടന്നതിന് 100 മീറ്റർ അകലെ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിക്കുകയാണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ് റഹീസ്, ഇതിലിപ്പോൾ ഒരു അട്ടിമറി സാധ്യത സംശയിക്കപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് പരിശോധന നടക്കുന്നത്? അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്താണ്? അനുജ, ഈ ഗുഡ്സ് ട്രെയിൻ അപകടത്തിൽ ഇപ്പോൾ അട്ടിമറി സാധ്യത വളരെ വലിയ തോതിൽ തന്നെ ഏതാണ്ട് തെളിഞ്ഞു വരുന്ന നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം ഇപ്പോൾ നടത്തിയ ഒരു പരിശോധന, അല്പസമയം മുമ്പ് മാത്രം നടത്തിയ പരിശോധനയിൽ ട്രെയിനിന്റെ ട്രാക്കുകളിൽ വിള്ളൽ കണ്ടെത്തിയിട്ടുണ്ട്. അപകടം നടന്നതിന് 100 മീറ്റർ അകലെയാണ് ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ ട്രെയിൻ ഇപ്പോൾ നിലവിലുള്ള സ്ഥലത്ത്, നിലവിലുള്ള ട്രാക്ക്, അതിന്റെ ആ ഒരു ഏരിയയിൽ അവിടെയും വിള്ളലുണ്ടോ എന്നുള്ള സംശയം ഉണ്ട്. അങ്ങനെ ദക്ഷിണ റെയിൽവേയുടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ സ്ഥലത്തെത്തി ഒരു പരിശോധന നടത്തിയിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള സിഗ്നലിന്റെ പിശകോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിരുന്നോ എന്നുള്ളൊരു പരിശോധനയാണ് നടന്നത്. അപ്പോൾ ഈ അപകടം ഉണ്ടായത് എന്തായാലും ട്രെയിൻ പാളം തെറ്റിയാണ് എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പോൾ അത് എന്തുകൊണ്ട് അങ്ങനെ പാളം തെറ്റി എന്നുള്ള കാര്യത്തിൽ നടത്തിയ പരിശോധനയിൽ നിന്നാണ് ഇപ്പോൾ വിള്ളലിന്റെ പ്രശ്നം ഏതാണ്ട് മനസ്സിലായിരിക്കുന്നത്. സിഗ്നൽ തകരാറോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല എന്ന് രാവിലെ തന്നെ റെയിൽവേ അധികൃതർ വ്യക്തമാക്കിയിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വിള്ളൽ കാര്യക്ഷമമായി കാര്യമായിട്ടുള്ള വിള്ളൽ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ അത് എത്തരത്തിൽ ഉണ്ടായ വിള്ളലാണ് എന്നുള്ളതാണ് ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ട്രെയിൻ അട്ടിമറി ശ്രമങ്ങൾ അടിക്കടെ തമിഴ്നാട്ടിലെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. ഈ തിരുവള്ളൂരിലും ഒപ്പം തന്നെ ചെന്നൈക്കും ഇടയിലുള്ള പ്രദേശങ്ങളിലാണ് സാധാരണഗതിയിൽ ഇത് അടിക്കടി ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അട്ടിമറി ശ്രമമാണോ എന്നുള്ള സംശയമാണ് നിലവിൽ അങ്ങനെ ഒരു സംശയമാണുള്ളത്. ഉദ്യോഗസ്ഥർ നിലവിൽ ഇവിടെ നടത്തുന്ന പരിശോധന പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. റെയിൽവേ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള പരിശോധന നടന്നു വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും രാവിലെ ഉണ്ടായ ഒരു വലിയ അപകടം, അതിന്റെ ഒരു ഇമ്പാക്ട് ഒരു തരത്തിലും കുറയുന്നില്ല. തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല, ഭാഗികമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2 കിലോമീറ്റർ പരിസരത്തുള്ള ആളുകളെ നിലവിൽ ഇപ്പോൾ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അത്ര വലിയ തോതിലാണ് പുക ഉയരുന്നത്. അപ്പോൾ അവിടെ നിന്ന് ആളുകളെ മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല, ട്രെയിൻ അത് ഓരോ മിനിറ്റുകളിലും കൂടുതൽ ട്രെയിനുകൾ ക്യാൻസൽ ചെയ്യുന്ന വിവരങ്ങളാണ് സദേൺ റെയിൽവേയിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, പല ട്രെയിനുകളും ഭാഗികമായി തടസ്സപ്പെടുത്തുന്നു, അല്ലെങ്കിൽ അതിന്റെ സർവീസ് അവസാനിപ്പിക്കുന്നു. കേരളത്തിൽ നിന്ന് ഇന്നലെ പുറപ്പെട്ട 2 ട്രെയിനുകൾ, ചെന്നൈയിലേക്ക് എത്തേണ്ട 2 ട്രെയിനുകൾ കാട്ട്പാടിയിലൊക്കെ മറ്റുമായി അത് ഇന്ന് രാവിലെ സർവീസ് അവസാനിപ്പിച്ചിരുന്നു. പിന്നീട് യാത്രക്കാർ ഏറെ ബുദ്ധിമുട്ടിയാണ് അവിടെ നിന്ന് തിരിച്ച് ചെന്നൈയിലേക്ക് മറ്റുമൊക്കെ വന്നത്. അപ്പോൾ ഏതാണ്ട് ഈ ലൈനിലുള്ള റെയിൽവേ ഗതാഗതം പൂർണ്ണമായി തന്നെ നിലച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരവും 4 ട്രെയിനുകൾ കൂടി റദ്ദാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 10-15 ട്രെയിനുകൾ ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 2:15 വരെയുള്ള മുഴുവൻ ട്രെയിനുകളും റദ്ദാക്കിയിട്ടുണ്ട്. മാത്രമല്ല, വഴിതിരിച്ചു വിട്ട ട്രെയിനുകളുടെ എണ്ണത്തിലും ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നിരിക്കുന്നു. അതും 3 ട്രെയിനുകൾ കൂടി വഴിതിരിച്ചു വിട്ടിരിക്കുന്നു, ഭാഗികമായി റദ്ദാക്കി. ഈ സബർബൻ റെയിൽവേ സംവിധാനം, അല്ലെങ്കിൽ ആ ഒരു സർവീസ് പൂർണ്ണമായും തന്നെ നിർത്തിവെച്ചിട്ടുണ്ട്. അത് ഒരു തരത്തിലും ഇന്നോ അല്ലെങ്കിൽ ഒരുപക്ഷെ നാളെയോ അത് പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തായാലും വലിയ അപകടമാണ്. ആളപായമില്ല എന്നുള്ള ആശ്വാസം നിലനിൽക്കെ തന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ള ചോദ്യം പ്രധാനമായും ഉയർന്നു. നേരത്തെ കവരപ്പട്ടി റെയിൽവേ അപകടത്തിൽ ഇത്തരത്തിൽ ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ അന്വേഷണമോ അല്ലെങ്കിൽ അത് എവിടെ എത്തി നിൽക്കുന്നു എന്നതിന് വ്യക്തമായിട്ടൊരു ഉത്തരം ഇതുവരെയും റെയിൽവേ നൽകാത്ത സാഹചര്യമാണ്. അതിനിപ്പുറമുണ്ടായ 2 ട്രെയിൻ അട്ടിമറി ശ്രമം, ഒരു മാസം മുൻപ്, ഏതാണ്ട് ഒരു മാസത്തോട് അടുത്ത് 2 ജഡ്ജിമാരടക്കം ഉണ്ടായിരുന്ന ട്രെയിൻ ഇത്തരത്തിലൊരു പാളം തെറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതിലെ അന്വേഷണവും എവിടെയും എത്തിയിട്ടില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പുതിയൊരു അപകടം കൂടി ഉണ്ടാവുകയും അത് ട്രെയിൻ ഗതാഗതത്തെ ആകെ ബാധിക്കുന്ന തരത്തിലേക്ക്, ഡീസലുമായി പോയ ചരക്ക് ട്രെയിൻ കത്തി നശിക്കുന്നതിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നത്. കൂടുതൽ ബോഗികൾ കത്തി നശിച്ചു എന്നുള്ള വിവരം കൂടി ഇതിനിടയ്ക്ക് പറയാനുണ്ട്. അത് 10-ലധികം ബോഗികൾ എന്ന തരത്തിലേക്കൊക്കെ റിപ്പോർട്ടുകൾ മാറിയിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ ട്രെയിൻ കൂടുതലായി, ഈ ട്രെയിനിന് വലിയ കേടുപാടുകൾ, അപകടമൊക്കെയും തീപിടുത്തമൊക്കെ ഉണ്ടായിരിക്കുന്നു. ആളുകൾ പലരും സത്യത്തിൽ പെരുവഴിയിലാണ് എന്ന് പറയേണ്ടി വരും. പല ദൃശ്യങ്ങളും അതിൻ്റെതായി പുറത്തു വരുന്നുണ്ട്. ഏത് ട്രെയിൻ എങ്ങോട്ട് എപ്പോൾ പുറപ്പെടുമെന്ന് അറിയാത്ത ഒരു സാഹചര്യമുണ്ട്. അത് പരമാവധി ഇന്ന് കൊണ്ട് പരിഹരിക്കാൻ കഴിയും
എന്നുള്ളതാണ് നിലവിൽ റെയിൽവേ അറിയിക്കുന്നത്. കാരണം ഇന്ന് രാത്രിയോടുകൂടി ട്രെയിനിന് കൂടുതൽ തിരക്കുണ്ടാകും. നാളെ പകലും രാവിലെയും ഒക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ കാര്യക്ഷമമായി ഈ പ്രവർത്തനം ഇലക്ട്രിക് ലൈൻ ഒരു പരിധിയിലധികം പ്രദേശത്തെ ഇലക്ട്രിക് ലൈൻ അതിന് വലിയ കേടുപാട് സംഭവിച്ചിട്ടുണ്ട്. അതൊക്കെ മാറ്റുന്ന പ്രവർത്തികൾ ഒരു ഭാഗത്ത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു, മറുഭാഗത്ത് ഈ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഈ അന്വേഷണത്തിലെങ്കിലും വ്യക്തമായ കാര്യം കണ്ടെത്താനാകും അല്ലെങ്കിൽ ആകണം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അനുജ, ശരി. തിരുവള്ളൂർ ട്രെയിൻ അപകടത്തിലാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരം പുറത്തു വരുന്നത്. അട്ടിമറിയാണോ എന്നൊരു സംശയം നിലവിൽ ഉയർന്നിട്ടുണ്ട്. അപകടം നടന്നതിന് 100 മീറ്റർ അകലെ ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തി. ഇത് ട്രെയിൻ പാളം തെറ്റിപ്പോവുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്ധന ചോർച്ചയുണ്ടാകുകയും പിന്നീട് തീപിടുത്തമൊക്കെ സംഭവിക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു അട്ടിമറി നടന്നിട്ടുണ്ടോ എന്നുള്ളതിൽ പരിശോധന ഉണ്ട്. ഉദ്യോഗസ്ഥർ സ്ഥലം പരിശോധിക്കുകയാണ് എന്നതാണ് മുഹമ്മദ് റഹീസ് നൽകിയ വിവരം.